ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, അതുപോലെ ടോപ്പ് ലൂസേഴ്സ് ആയത് ഏതൊക്കെയാണ്, ഇനി ബ്രേക്ക്ഔട്ട് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, പിന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് ടാർഗറ്റ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. സെൻസസ് 165 പോയിന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ആയിരിക്കുന്നു. IT സ്റ്റോക്കുകൾ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. റിയാലിറ്റി സ്റ്റോക്കുകൾ താഴേക്ക് പോയിരിക്കുന്നു. അതുപോലെ ബാങ്ക് സ്റ്റോക്കുകൾ PSU ബാങ്ക് നല്ല പോസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി IT സെക്ടറാണ്. ഹയസ്റ്റ് ഗെയിനർ ആയത് HDFC ബാങ്കും ബിഗസ്റ്റ് ലൂസർ ആയത് അദാനി എന്റർപ്രൈസസ്. സോ നിഫ്റ്റി നല്ല ഹൈ വോളറ്റൈൽ ഡേ ആണെന്ന് പറയാം. സൈഡ് വേസ് പോയി ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇനി രണ്ട് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഡൗൺ ട്രെൻഡ് പോവുകയാണെങ്കിൽ 21,800, 21,500, 21,100 ആ ഒരു റേഞ്ചിലേക്ക് പോവാം. അല്ല അപ് ട്രെൻഡ് ആണ് പോകുന്നുണ്ടെങ്കിൽ പഴയ ടാർഗറ്റ് തന്നെയാണ് 22,600, 22,800 ആ ഒരു റേഞ്ച്. സോ ഡോജി ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇൻഡിസിസീവ് ആണ്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻഡിസിസീവ് ആയിട്ടിരിക്കുമ്പോഴാണ് ആ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കിയാൽ 45 പോയിന്റ്സ് നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയും നല്ല ഹൈ വോളറ്റൈലാണ്. സോ ഈ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ സ്വിംഗ് അധികം ചെയ്യാതിരിക്കുക, കെയർഫുൾ ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്മോൾ ക്യാപ്പ് അതുപോലെ മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകൾ അവോയ്ഡ് ചെയ്യുക. കാരണം നിഫ്റ്റി 1% താഴേക്ക് പോകുമ്പോൾ സ്റ്റോക്കുകൾ 10% ഇടിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ദൂരം ലോസ് വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു സമയത്ത് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഏതൊക്കെ സ്റ്റോക്കിലാണ് ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ വന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിനെക്കാട്ടും ടോപ്പ് ലൂസേഴ്സ് ആണ് കൂടുതലായിട്ട്. ഏകദേശം 200 സ്റ്റോക്കുകളാണ് താഴേക്ക് പോയിരിക്കുന്നത്. ഗെയിനേഴ്സിൽ നോക്കുമ്പോഴത്തേക്ക് HEG ലിമിറ്റഡ് നല്ല ഗെയിൻ ചെയ്തിട്ടുണ്ട്. 7.94% ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ ലിൻഡെ ഇന്ത്യ 7% കയറിയിട്ടുണ്ട്. then ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 2,344 റുപ്പീസ് ഇന്ന് 4.35% കയറിയിട്ടുണ്ട്. അതുപോലെ പൂനാവാല ഫിൻകോർപ്പ് ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ. സോ പൂനാവാല ഫിൻകോർപ്പ് 4.07% കയറിയിട്ടുണ്ട്. then ടൊറന്റ് പവർ 3.41%. ഇന്ത്യ മാർട്ട് ഇന്റർനാഷണൽ 2.64% കയറിയിട്ടുണ്ട്. ഇനി ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കുകൾ PSU ബാങ്കുകൾ ഒത്തിരി സ്റ്റോക്കുകൾ താഴേക്ക് പോയിട്ടുണ്ട്. കാരണം നേരത്തെ നല്ല റാലി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇത് ഡൗൺ പോയിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് ബാങ്ക് നിഫ്റ്റി ഒരുവിധം നല്ല പെർഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കയറാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത് ഗോദ്രേജ് ഫിലിപ്സ്, അതുപോലെ LG എക്യുപ്മെൻറ്റ്സ് 7.69% താഴേക്ക് പോയിട്ടുണ്ട്. അതുപോലെ സോളാറ ആക്റ്റീവ് 7.59%. ഹഡ്കോ 6.70% പോയിട്ടുണ്ട്. പിന്നെ MOIL 7%. റെയിൽടെൽ കോർപ്പറേഷൻ താഴേക്ക് 6.31%. then SJVN 6.30. യൂക്കോ ബാങ്ക് എല്ലാം താഴെ തന്നെയാണ്. മിക്ക സ്റ്റോക്കുകളും ഡൗണിലാണ് ഇരിക്കുന്നത്. സോ ഇനി ഇന്ന് മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് ഇനി നല്ല മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ 5 സ്റ്റോക്കുകളാണ് നമുക്ക് ഇന്ന് ബ്രേക്ക്ഔട്ടിന് കിട്ടിയിരിക്കുന്നത്. ബട്ട് അതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്ക് അനലൈസ് ചെയ്യുക. ആൻഡ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ മാർക്കറ്റ് ഡയറക്ഷൻ അനുസരിച്ച് മാറുന്നതായിരിക്കും. സോ നല്ല വാല്യുവേഷൻ, അതുപോലെ ടെക്നിക്കൽ, ഫണ്ടമെൻ്റൽ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതിൽ ബോത്ത് ഡൗൺ ട്രെൻഡ് അതുപോലെ അപ് ട്രെൻഡ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ഹഡ്കോ.
ഈ ഒരു സ്റ്റോക്ക് 182 ട്രേഡ് ചെയ്യുന്നു. ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. 164 ഫസ്റ്റ് ടാർഗറ്റ്, 136 വരെ പോകാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് സ്റ്റോക്ക് ടെക് മഹീന്ദ്ര 1292 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1305 മുകളിൽ പോവുകയാണെങ്കിൽ അപ് ട്രെൻഡ് ഉണ്ട്. സപ്പോസ് മാർക്കറ്റ് ഡയറക്ഷനിൽ 1290 ബിലോ പോവുകയാണെങ്കിൽ എടുക്കേണ്ട. 1305 എബോവ് പോവുകയാണെങ്കിൽ മാത്രം ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 210 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 218 അല്ലെങ്കിൽ 215 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 218 220 വരെ പോവാം. അല്ല 208 ബിലോ പോവുകയാണെങ്കിൽ എടുക്കണ്ട. സോ ഈ രണ്ട് ചാൻസും പറഞ്ഞിട്ടുണ്ട്. സിയാറ്റ് 1964 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു ട്രെൻഡ് ലൈൻ അതുപോലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത പോലെ തന്നെ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2000 മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ. എല്ലാത്തിനും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു സാങ്കി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. 109 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 132 140 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കും 112 ആ ഒരു റേഞ്ച് മുകളിൽ പോവുകയാണെങ്കിൽ നല്ല ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 5 സ്റ്റോക്കുകളും മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നല്ല ബ്രേക്ക്ഔട്ട് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിൽ സെലക്ട് ചെയ്യണം, പിന്നെ ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം, പിന്നെ ഏതൊക്കെ ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. മറക്കാതെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, അതുപോലെ ഫ്രീ ടിപ്സുകൾ ഇൻട്രാഡേ അതുപോലെ ഓപ്ഷൻസ് ട്രേഡിങ്ങിൻ്റെ തരുന്നുണ്ട്. അത് മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.